പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരൊക്കെ ഇന്ന് സമരത്തിലാണ്. OP വിഭാഗം അവരെ സ്തംഭിപ്പിക്കും. ശമ്പള പരിഷ്കരണവും നിയമന വർധനവുമാണ് പ്രധാനമായിട്ടും അവർ ആവശ്യപ്പെടുന്നത്. സൂചന സമരങ്ങളിൽ നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് KGM-CTA നിലപാടിപ്പോൾ ഘടിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ OP വിഭാഗം ഇന്ന് പ്രവർത്തിക്കാൻ സാധ്യത കുറവാണ്. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ദീപാവലി. ദീപാവലി ഹാപ്പിയൊക്കെ ആണെങ്കിലും ഇന്നത്തെ ദിവസം രോഗികളെ സംബന്ധിച്ച് അത്ര ഹാപ്പി ആവാൻ സാധ്യതയില്ല. മെഡിക്കൽ കോളേജിൽ OP സേവനം തേടി എത്തുന്ന രോഗികൾ വലയുമല്ലോ അല്ലേ ഇന്ന്? തീർച്ചയായിട്ടും ചികിത്സ തേടി എത്തുന്ന രോഗികൾ വലിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ എത്തുന്ന, ഞാൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് OP വിഭാഗത്തിന് മുമ്പിലാണുള്ളത്. ഇവിടെ എത്തുമ്പോൾ ആണ് മനസ്സിലാവുന്നത് പല രോഗികളും അറിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ OP ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നു എന്നുള്ള കാര്യം. ഇതറിയാതെയാണ് ദൂരദിക്കിൽ നിന്നടക്കം വാഹനങ്ങളടക്കം പിടിച്ചുകൊണ്ട് ഇപ്പോൾ പലരും എത്തുകയും ചെയ്തത്. നമുക്ക് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡിലാണ് ഇപ്പോൾ ഈ OP ബഹിഷ്കരണം എന്നുള്ള KGM-CTA അറിയിപ്പുള്ളത്. അതായത് ഒക്ടോബർ 20 ഇന്നു മുതൽ നവംബർ 29 വരെയുള്ള 6 ദിവസങ്ങളിലായി വിവിധ ദിവസങ്ങളായിട്ടാണ് ഈ OP ബഹിഷ്കരണം സംഘടിപ്പിക്കുന്നതെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് നേരത്തെയുള്ള ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കണം, അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ പുനർവിന്യാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ രോഗികളെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. അറിഞ്ഞിരുന്നോ ഡോക്ടർമാരില്ല? അയാൾ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന് ഇന്നേക്ക് മാറ്റിയതാ. ഇന്ന് ഡോക്ടർമാരില്ലാത്ത അറിയില്ല? ഇല്ല അറിയില്ല. വരുന്നത് ഞാള് കുറ്റ്യാടിന്റെ അപ്പുറത്ത് കൈവേലി കക്കട്ട്. അത്രയും ദൂരെയാണ് വരുന്നത്. ഞങ്ങൾ കൊടുവള്ളി. ഓപ്പറേഷൻ ചെയ്തിട്ട് ഇന്ന് കാണിക്കേണ്ട ദിവസമായിരുന്നു. ഞങ്ങൾ പുതിയങ്ങാടി. എന്തായിരുന്നു? തൈറോയിഡിന് കാണിക്കാൻ. ഡോക്ടർമാരില്ലാത്ത അറിയില്ല? ഇല്ല, അറിയില്ല. ഇവിടെ വന്നവരെ അറിഞ്ഞേ. നിങ്ങളോ? ഞാൻ കുറ്റ്യാടി. അമ്മേന്റെ കണ്ണിന് ഓപ്പറേഷൻ. ഇത്തരത്തിൽ കണ്ണിന് സർജറി ഒക്കെ ആയി വരുന്ന ആളുകളാണ്. എവിടുന്നാണ് വരുന്നത്? ഡോക്ടർമാരില്ലാത്ത അറിയായിരുന്നോ? ഇല്ല, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. എന്താണ് പ്രശ്നം? പലരും സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് പലരും ഇക്കാര്യങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ്. ഉമ്മ, എന്തായിരുന്നു? ഡോക്ടറില്ലാത്ത അറിയുമോ? ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യും? എവിടുന്ന വരുന്നത്? ഓളമണിന്ന്. ഇവിടെ അടുത്താണ് അല്ലേ? ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ദൂരദിക്കിൽ നടക്കം ആളുകൾ വരുന്നുണ്ട്. എവിടുന്ന ചേച്ചി വരുന്നത്? ഡോക്ടറില്ലാത്ത അറിയായിരുന്നോ? അറിയില്ല. ഏത് ഡോക്ടറല്ലേ? അരുൺ, ഇതാണ് അവസ്ഥ. പലർക്കും അറിയില്ല. രോഗം ചികിത്സിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വന്നിരിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർമാരുടെ സമരമുണ്ട് എന്നുള്ള കാര്യം തന്നെ അവർ പലരും അറിയുന്നത്. ഏതായാലും ജൂനിയർ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ PG ഡോക്ടർമാരും മാത്രം OPയിൽ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവിടെ രോഗികൾ എത്തുന്നത്. അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയത്ത് OP ടിക്കറ്റ് ഇവിടെ നൽകുന്നുണ്ട്. അതിന് നീണ്ട നിര നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഏതാണ്ട് 500-ലധികം ആളുകൾ ഇപ്പോൾ 7 മണിയോടുകൂടി തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർക്ക് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്ന് OP പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ OP ടിക്കറ്റ് നൽകുന്നുണ്ട് എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നോക്കാം. കാരണം രോഗികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. ഡോക്ടർമാരില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് സമരമാണെങ്കിൽ അതിനുള്ള വഴികൾ അവർ കണ്ടെത്തുക, ഈ വിവരം നേരത്തെയൊക്കെ രോഗികളെ മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ്. കാര്യമായി വിവരം അറിയിക്കാതെ ഇരിക്കുമ്പോൾ രോഗികളും ബുദ്ധിമുട്ടുമല്ലോ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായിട്ട് വന്നിരിക്കുന്ന രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിൽ നിൽക്കുന്നതാണ്. പലരും ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുന്നു. കൊച്ചുകുട്ടികളുമായിട്ട് കൈപിടിച്ച് വന്നവരുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായമേറിയ മനുഷ്യരുണ്ട്. പല കാര്യങ്ങളിൽ OP സേവനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ OP സേവനം ഇന്ന് സ്തംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ KGM-CTA സമരമുണ്ടെങ്കിലും OP ടിക്കറ്റുകൾ ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് അഭിലാഷ് പറയുന്നത്. അപ്പോൾ ഈ OP ടിക്കറ്റ് ഡോക്ടർമാരില്ലാതെ ടിക്കറ്റ് വിതരണം ചെയ്താൽ കുഴങ്ങൂലേ അഭിലാഷ്? ഇവിടെ ജൂനിയർ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ PG ഡോക്ടർമാരും ഉണ്ടാകും. അവരായിരിക്കും OPയിൽ നിന്നുണ്ടാവുക. സാധാരണ ചികിത്സയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ വിദഗ്ധ ചികിത്സ ലഭ്യമാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, ശരി അഭിലാഷ്. എന്തായാലും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ തേടിക്കോളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ OP വിഭാഗം സ്തംഭിക്കുന്നുണ്ട്. അവിടെ ഡോക്ടർമാരുടെ ബഹിഷ്കരണമുണ്ട്. അവരുടെ നിയമന സേവന വ്യവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടും ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെയാണ് അവർ പ്രതിഷേധ സമരം നടത്തുന്നത്. നേരത്തെ സൂചനാ സമരം നടത്തിയിരുന്നത് ഫലിക്കാത്തത് കൊണ്ടാണ് ഇന്ന് OP ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഡോക്ടർമാർ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമില്ലെങ്കിൽ OPക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോരുത്, കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്.